ഞാന് സ്പീഡോ തല്ലുണ്ട്. സ്പീഡോ ഞാന് അപ്പൊ രായണനും സരക്കണ്ണനും ചരഞ്ചിത്തിന് പഞ്ചായി KBFC ആയിട്ട് വരുന്നുണ്ട് ഞാൻ കേട്ടോ. എവിടെ ഇറങ്ങി പോകുന്ന VXT അടിച്ചെന്ന് എവിടാ ഗ്യാങ്സിലാ നമ്മള് 6 പേര് വരുന്നുണ്ട്. വെയിറ്റ് സംസാരിക്കണം എന്താ സംഭവം ഇറങ്ങ് നിങ്ങൾ ഈ വണ്ടി കയറി 2 ഇറങ്ങി വണ്ടി കയറി പോ. ഫ്രണ്ടിലോട്ട് കളി വീഡിയോ പറ. റീഫ്രഷ് ഇല്ലാത്ത മറ്റേ പെട്ടെന്നുള്ള റിഫ്രഷ് ഇല്ലായിരുന്നു, മറന്നുപോയി. റിഫ്രഷ് ഡിലേ ഉണ്ട്. റിഫ്രഷ് അടിക്കണ്ടായിരുന്നു വണ്ടി. ഇതൊക്കെ എന്താ അണ്ടിയാണെന്ന് പിടി കിട്ടുന്നില്ലല്ലേ, പെട്ടെന്ന് എവിടെ നിന്നൊക്കെ അടി പൊട്ടുന്നത്. ഇത്ര ഇത് എന്തൊരു അണ്ടിയാണെന്നും പറയാതെയൊക്കെ സിറ്റുവേഷനും അടിയും അതിൽ പിടി കിട്ടുന്നില്ല. ഇവിടെ 2 പേരെ അടിച്ചിട്ടത് ആരിത്? ഇവിടെ ആള് ഇത്ര ഇത് എന്ത് സിറ്റുവേഷൻ എന്തിനാ പോലും അറിയാമേ. ഒരുപാട് ഓപ്പണിലായപ്പോ ഇല്ലില്ല ഞാൻ ഇവന്മാർക്ക് എന്തിനാണ് ഇതിപ്പോ എന്തൊരു സിറ്റുവേഷൻ തുടങ്ങി എന്തിന്റെ ബേസിലാണ് അതൊന്ന് പറയോ. ഇവിടെ വേറെ പരിപാടിക്ക് പോവേണെന്ന് പറഞ്ഞല്ലേ. ആരെ കോഹ്ലിയുടെ വിളിച്ചെന്ന് എടാ വാ നമ്മളെ ആളൊന്നാത്ത കാര്യം പോയ സിറ്റുവേഷൻ ട്രിഗർ ആയി ഫൈറ്റ് ആക്കല്ലേ, മനസ്സിലായോ? ഇവിടത്തെ റീലോഡാണ് പറ്റില്ല. ഞാൻ രായണനും വാമ്പയർ വണ്ടിയിൽ പോവായിരുന്നു. അപ്പൊ ഇവന്മാരിങ്ങനെ നിന്ന് അപ്പം രായണ അവിടെ നിർത്തി വണ്ടിയുടെ പെട്രോൾ തീർന്നപ്പം ക്യാൻ എടുത്ത് പെട്രോൾ അടിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇവന്മാരെല്ലാം കൂടെ മറ്റേ ഞങ്ങളടുത്ത് സംസാരിച്ച് കൺസൈൻമെന്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഞാനും ചുമ്മാ തമാശക്കൊന്നും ഇല്ല ബ്രോ 5 പേരല്ലേ ബാക്കിയുള്ളവരൊക്കെ ചുമ്മാ ബോറടിച്ചില്ലന്നൊക്കെ ചോദിച്ചു. അവന്മാര് പറഞ്ഞു ആ ശരിയാ ബാക്കിയുള്ളവർ എന്ത് 5 പേരുള്ളന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര പേരുണ്ട് ബ്രോ എന്ന് ചോദിച്ചു. അപ്പൊ അവന്മാര് പറഞ്ഞ് 12-13 ഒക്കെ പേരുണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ അവന്മാര് എന്തോ റേഡിയോയിൽ കൊണ്ടെടുത്ത് അടിക്കാൻ മുട്ടിക്കുന്നവരൊക്കെ പോയി അടിയടാന്ന് പറഞ്ഞു. അടിക്കേണ്ടവരെ അടിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ എന്തോ ബ്രോ ഇങ്ങനെ പൊസക്കണ്ടേന്നൊക്കെ ചോദിച്ചു. ചുമ്മാ ഇങ്ങനെ ചോദിച്ചു പൊസക്കണ്ടേന്ന് ചോദിച്ചു. അപ്പൊ അവന്മാര് പറയാം അതിനൊക്കെ പൊസക്കണോടാന്ന് പറഞ്ഞ് ഞങ്ങള് വണ്ടിയിലങ്ങ് കൊന്നെണ്ണ ചുമ്മാ കണ്ണെടുത്ത് അങ്ങനെ ഞങ്ങൾ അടിച്ചത്. അപ്പഴേ ഞാൻ റേഡിയോ കോൾ വന്നു VXT അടിച്ചത്.